നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുഡ് മോർണിംഗ് നാഥൻ സർ. വെരി 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 ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞങ്ങൾ പ്രസാദിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു. ഇതിനെയാണ് തേടിയ വള്ളി കാല് ചുറ്റിയെന്ന് പറയുന്നത്. ഏയ് അത് വെറുതെ. എന്നെ കാണാനാണ് വരുന്നെങ്കിൽ ഉറപ്പായി സാറിനെ ഫോണിൽ വിളിച്ചേനെ. വിളിച്ചില്ലല്ലോ. ഇതിപ്പോ ഇതുവഴി പാസ് ചെയ്യുന്ന നേരത്ത് എന്നെ കണ്ട് വണ്ടി നിർത്തിയെന്ന് മാത്രം. ശരിയല്ലേ മണിച്ചൻ ചേട്ടാ? അല്ലെന്നേ, സത്യമായിട്ടും ഞങ്ങൾ പ്രസാദിന് വീട്ടിലോട്ട് വരികയായിരുന്നു. പ്രസാദ് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തണമെന്ന വാശിയില്ല ഇത്രയും നേരത്തെ പുറപ്പെട്ടത് തന്നെ. എന്താടോ തനിക്ക് മണിച്ചൻ പറഞ്ഞിട്ട് വിശ്വാസമാവാത്ത പോലെ? ഏയ് അങ്ങനെയല്ല സാർ. സാറിന് എന്തായാലും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടി വരാറുള്ളത്. അതൊക്കെ എനിക്ക് അറിയാൻ പ്രസാദ്. അതുകൊണ്ടാണല്ലോ തന്നെ ഞാൻ എന്റെ സ്വന്തം ബ്രദറായിട്ട് കാണുന്നത്. ആക്ച്വലി ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് തന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അത് മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ഈ പിടച്ചടിച്ചിങ്ങി വന്നത്. നാഥൻ സാറിന് എന്റെ സഹായോ? സാറിനെ പോലൊരു വലിയ മനുഷ്യനെ സഹായിക്കാനും മാത്രം എന്തിരിക്കുന്നു സാർ എന്റെ കയ്യില്? അയ്യോ, സാറ് കാശ് കടഞ്ഞു വയ്ക്കാൻ വന്നാണെന്ന് വിചാരിച്ചോ? ഇതല്ല പ്രസാദേ, ആളാലുള്ള സഹായം, ആൾ സഹായം. വളച്ചു കെട്ടാതെ ഞാൻ തന്നെ കാര്യം പറയാം. കഴിഞ്ഞ കുറേ കാലമായി എന്റെ ജീവിതം വലിയ പ്രശ്നങ്ങളില്. അമ്മ ജാതകം എടുത്ത് നോക്കിയപ്പോ കണ്ടകശനിയാ പ്രശ്നം. കണ്ടകശനി കൊണ്ടേ പോകുന്ന പറച്ചില്. അങ്ങനെ കാലം വന്ന് കൊണ്ടുപോയാലെന്ന് പേടിച്ച് പ്രശ്നം വെച്ച് പരിഹാരം ആലോചിച്ചു. എന്ത് പരിഹാരം? ഒരു പൂജ നടത്തണം. അഖണ്ഡ നരനാരി പൂജ എന്ന് പറയും. അതിനായിട്ട് സർവ്വവിധ പൊരുത്തവും തികഞ്ഞൊരു ദമ്പതിയെ വേണം. അവര് പൂജാസ്ഥലത്ത് വന്ന് പുടവ സ്വീകരിച്ച് ദക്ഷിണ വാങ്ങി അവര് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാൽ മാത്രമേ അഖണ്ഡ നരനാരി പൂജാകർമ്മങ്ങൾ പൂർത്തിയാവൂ. ഇന്ന് തന്നെ പൂജ നടത്താമെന്ന് ഇന്നലെ രാത്രിയിലാണ് തീരുമാനിച്ചത്. ഈ അവസാന നിമിഷം എല്ലാവിധ പൊരുത്തവും തന്നെ ദമ്പതികളെ എവിടുന്ന് കിട്ടാനാ? അതിനാണ് പ്രസാദിന്റെ സഹായം സാറ് ചോദിച്ചു വന്നിരിക്കുന്നത്. അതിനിപ്പോ എന്താ സാർ? സാർ ഇത്ര നിസ്സാരമായൊരു ആവശ്യമായി വന്നിട്ട് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ലല്ലോ. വെരി ഗുഡ്, താങ്ക്സ് എ ലോട്ട്. കണ്ടോടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി പ്രസാദ് എന്തും ചെയ്യുമെന്ന്. ഏയ് അങ്ങനെ ഷോ കാണിക്കലൊന്നും ഇല്ലെന്നേ. അല്ല, ഈ ദമ്പതികളെന്ന് പറയുമ്പോ ഈ അടുത്ത് ഞാൻ നടത്തിയൊരു ഇവന്റ് ഉണ്ട്. ഒരു ഡോക്ടർ ഉമാദത്തൻ സാറിന്റെ മകൾ പൂർണിമയുടെ അവരുടെ ഹസ്ബൻഡ് അഭിലാഷ്. രണ്ടുപേരെ ഞാൻ വിളിച്ചു നോക്കാം. അവർ ഒന്നാന്തരം കപ്പിൾസ് ആയിരിക്കും ഈ പൂജയ്ക്ക് ഗസ്റ്റായിട്ട് വരാൻ. അല്ല സാറേ, അയ്യോ പ്രസാദ്, എനിക്ക് സഹായം വേണ്ടത് മറ്റേതെങ്കിലും ദമ്പതിയെ വാടകയ്ക്കെടുക്കാനല്ല. പ്രസാദ് തന്നെ വേണം സ്വന്തം ഭാര്യയായിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്കാൻ. അയ്യോ, അതിനെനിക്ക് ഭാര്യയില്ലല്ലോ സാർ. എന്താ, തനിക്ക് ഭാര്യ ഇല്ലെന്നോ? പിന്നെ ഞാൻ കണ്ടതാരാ? സ്കൂളിൽ വെച്ച അഞ്ജലി. ഈശ്വര, അഞ്ജലി എന്റെ ഭാര്യയില്ലെന്ന് എങ്ങനെ പറയും? അച്ഛനെ കുറിച്ച് ചോദിച്ച അവൻ എന്റെ മകനല്ലെന്ന് പറയാനും പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.